അള്ളാഹിന്റെ റസൂല് ഒരിക്കൽ എന്തു ചെയ്തു? ഒരാളിൽ നിന്ന് കടം വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കുന്ന നേരത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാങ്ങിയ വസ്തുവിനേക്കാൾ മുന്തിയ സാധനം ഉള്ളൂ. വാങ്ങിയ സാധനത്തിനേക്കാൾ മുന്തിയ സാധനം കൊടുക്കുന്ന നേരത്തുള്ളൂ. സഹാബികൾ പറഞ്ഞു, നബിയെ ഇത് കൊടുക്കേണ്ടതില്ലല്ലോ, നിങ്ങൾ വാങ്ങിയതല്ലല്ലോ. അള്ളാഹിന്റെ റസൂൽ പറഞ്ഞു, കൊടുത്തേക്ക്. എന്നിട്ട് പറഞ്ഞു, ആരെങ്കിലും കടം വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കുമ്പോൾ കൂടുതൽ കൊടുക്കുക, അത് വലിയ പുണ്യകർമ്മമാണ് എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ഞാനൊരാൾക്ക് കുടുങ്ങിയ സംഗതിക്ക് ഒരാളോട് ഞാൻ 2 ലക്ഷം റുപ്യ വാങ്ങി. അങ്ങനെ 2 ലക്ഷം രൂപ എനിക്ക് അയാൾ തന്നു ഞാൻ അയാൾ എനിക്ക് അവധിയൊക്കെ തന്നു. അങ്ങനെ അയാൾ എനിക്ക് തന്ന ആ ഒരു സംഖ്യ ഉപയോഗപ്പെടുത്തിയിട്ട് എനിക്ക് ജീവിതത്തിൽ ഒരുപാട് ഹൈറുകൾ ഉണ്ടായി. ഒരുപക്ഷെ എൻ്റെ ബിസിനസ് മെച്ചപ്പെട്ടുണ്ടാവും, അല്ലെങ്കിൽ എൻ്റെ ഒരുപാട് പ്രതിസന്ധികൾ മാറി. അങ്ങനെ ഞാൻ ആ സമയത്ത് അയാൾക്ക് തിരിച്ചു കൊടുക്കുമ്പോൾ എൻ്റെ ഒരു സന്തോഷത്തിന് അയാൾ എന്നോട് സൂചനയിൽ കൂടെ പോലും പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള ഒരു വ്യക്തിയുമല്ല അയാൾ. അങ്ങനത്തെ ഒരാൾക്ക് ഞാൻ കടം തിരിച്ചു കൊടുക്കുമ്പോൾ 2 ലക്ഷം കൊടുക്കുമ്പോൾ കൂടെ ഒരു 5000 അല്ലെങ്കിൽ ഒരു 10,000 കൂടി കൊടുക്കുകയാണെങ്കിൽ വലിയ പുണ്യകർമ്മമാണ്. ഇതാണ് സുന്നത്താണ്. അപ്പോൾ പലിശയാവൂലേ? ഇല്ല, അത് പലിശയാവൂല. പലിശയാവണമെങ്കിൽ അയാൾ കടം വാങ്ങുമ്പോൾ എന്നോട് ഡിമാൻഡ് വെക്കണം. നിങ്ങൾ തരുമ്പോൾ 100 വാങ്ങി 110 തരണം. ഡിമാൻഡ് വെക്കുന്നതെന്തും പലിശയാണ്. അതേ അവസരത്തിൽ അയാൾ ആഗ്രഹിച്ചിട്ടില്ല, ഞാൻ എൻ്റെ സന്തോഷം, എൻ്റെ തൃപ്തി കൊണ്ട് ഒരാൾ എന്നെ സഹായിച്ചതാണ്, ആ സഹായിച്ചതിലുള്ള എൻ്റെ സന്തോഷം കൊണ്ട് ഞാൻ അയാൾ എനിക്ക് നൽകിയ സംഖ്യയേക്കാൾ കൂടുതൽ കൊടുക്കുന്നുവെങ്കിൽ അത് സുന്നത്താണ്, അത് നന്മയാണ്, പുണ്യമാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്.